ഹലോ. അങ്ങനെ ഒരു ഞായറാഴ്ച ഉടൻ കഴിഞ്ഞു. ഈ, ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പറഞ്ഞേക്കാളും മുമ്പ് ഇന്നത്തെ ദിവസം പറയാം. ഇന്നലത്തെ ദിവസം പറ്റി നമുക്ക് അധികം പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ. ഇന്നലെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഐ മീൻ ഇന്ന് വെളുപ്പിനെ ഇന്ന് 12 മണിക്ക് കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ നമ്മള് അതിന്റെ പരിപാടിക്ക് പോയേക്കായിരുന്നു. അതാണ് എന്നെ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായില്ലേ, ഇന്നലത്തെ ദിവസം ക്ലിപ്പില്. അത് കൂട്ടുകാരന്റെ ബർത്ത്ഡേക്ക് ഇപ്പൊ നമ്മളെടുത്ത ക്ലിപ്പാണ്. നമ്മള് കുമ്പളങ്ങി പോയി. കുമ്പളങ്ങിയിൽ ഇപ്പൊ കവരൊക്കെ ഉള്ള സീസണാണ്. അപ്പൊ കുമ്പളങ്ങിയൊക്കെ പോയിട്ട് അത്യാവശ്യം നൈസായിരുന്നു. ആദ്യമായിട്ടാണ് കവര് കാണാൻ പോണത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ പോകുമ്പോ ആ ഒരു രസമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ രസമായിരുന്നു. അപ്പൊ കൂട്ടുകാരൻ ബർത്ത്ഡേ നമ്മള് രാത്രി 12 മണിക്ക് എടുത്ത് തോണിയിൽ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് അങ്ങനെ രസമായിരുന്നു ഇന്നലെ. പിന്നെ അതിന് ശേഷമാണ് തിരിച്ചെത്തിയപ്പോ ലേറ്റ് ആയി. അതാണ് ഇന്നലെ വൈകിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്, വേറെ ഒന്നുമല്ല. ആ അപ്പൊ അത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ അനിമൽസ് ആണ്, സൊസൈറ്റി, നമ്മൾ സോഷ്യൽ കണക്ഷൻസ് കുറെ ഉണ്ടാക്കണം, ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അത് നമുക്ക് ചില പോയിന്റ്സ് ഹിറ്റ് ചെയ്യും. എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ ഒരു 2-2.5 വർഷത്തിന് മുകളിലായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി സെക്ലൂഡഡ് ആയ, കുറച്ച് ഒറ്റയ്ക്കുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തിട്ടുണ്ടായത്. കുറച്ച് 3 വർഷം എടുത്തായിട്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കണക്ഷൻസ് അല്ലെങ്കിൽ കൂട്ടുകാരന്മാര് അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോ നമുക്ക് ശരിക്കും തോന്നും പറഞ്ഞ ശരിക്കും അർത്ഥമുണ്ടെന്ന്. കാരണം എന്താ പറയാ, ഭയങ്കര നമ്മളെ റിലാക്സ്ഡ് ആവും. ശരിക്കും അത്ര കമ്പനിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. കുറച്ചൊന്ന് കാമാവും. നമുക്ക് അത്ര ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഭയങ്കര ശരിക്കും ഹാപ്പിനെസ് എന്താന്ന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ചില മൂമെന്റ്സ് ആണ് അതൊക്കെ. ഞാൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ നിങ്ങളുടെ തന്നെ പറഞ്ഞത് മറ്റേ വാസുകി ഗയ്യേഴ്സിന്റെ ബുക്ക് എന്നെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടിയാണ് അത്. എനിക്ക് ആ കൂടി ഡൗട്ട് ആക്കുന്ന സമയത്താണ് ആ ബുക്ക് എന്റെ കൈ കിട്ടിയത്. അപ്പൊ അതിലൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മെറ്റീരിയലിസ്റ്റിക് സംഭവങ്ങളല്ല, അതിനപ്പുറത്താണ് ശരിക്കും മനുഷ്യന്റെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതിന് കുറെ ഡീപ്പായ കുറെ സംഭവങ്ങളാണ് നമ്മുടെ ഹാപ്പിനെസ് ഉള്ള രീതിയിൽ പറയുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മള് കൂട്ടുകാരന്മാരുടെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഫാമിലി, ഒബ്വിയസ്ലി ഫാമിലി വിട്ടുപോയതല്ല, ഫാമിലി, കൂട്ടുകാരന്മാർ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒപ്പം നമ്മൾ എങ്ങടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസം തന്നെയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയ സംഭവങ്ങളെക്കാൾ ഉപരി ഹാപ്പിനെസ് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറെ ഹാപ്പിനെസ്സുകൾ ലൈഫിൽ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറെ കൂടെ വേർത്ത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇന്നലെ പോയപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. കുറെ എൻജോയ് ചെയ്യാൻ പറ്റി. കുറെ ഹാപ്പി കുറെ മൊമെന്റ്സ് കിട്ടി. അങ്ങനെ അപ്പൊ അത് നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂട്ടുകാരന്മാരോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയ പണക്കങ്ങളോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ലോകത്ത് ഇനിയും നമ്മൾ കമ്പനി ആവാത്ത കുറെ ആൾക്കാരുണ്ട്. കമ്പനി നോക്കുക, നമ്മുടെ തന്നെ ഒരു ട്രൈബ് നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈബ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കുറച്ചും കൂടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളോട് പറയുമ്പോൾ അത് എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. കാരണം ഞാൻ കുറച്ച് നാളായിട്ട് അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളടുത്ത് പറയുമ്പോൾ അത് എൻ്റെ അടുത്തുകൂടെ ഞാൻ ഉറപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. കാരണം എപ്പോഴൊക്കെയോ ജീവിക്കാൻ മറന്നു എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷത്തേക്ക് നോക്കുമ്പോൾ. ആ ഓക്കെ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ കിട്ടിയ ചലഞ്ചിൻ്റെ കാര്യത്തേക്ക് വരാം. ഇന്ന് സമയം ഇപ്പോൾ 9:10 രാത്രി. വർക്കൗട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജേണൽ ചെയ്തു, ഇപ്പൊ തന്നെ ജേണൽ ചെയ്തു. ബാക്കിയും ചെയ്തിട്ടില്ല. നമ്മൾ ഇനി വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കി പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ശരി.